ലോക്സഭാ തെരഞ്ഞെടുപ്പില് CPM മൊട്ടയിട്ടതും CPI കഷ്ടിച്ച് ഒരു സീറ്റിൽ അങ്ങ് കടന്നു വന്നതും സംഭവിച്ചതോടുകൂടി ഭയങ്കരമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുകയാണ് CPI. അടുത്ത ഇലക്ഷനെ ഇതുപോലെ മൊട്ടയിടാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള കരട് രേഖയാണ് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് തീർപ്പാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതില്ല എന്നാണ്. അവിടെ തന്നെ പോയി നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. രണ്ടാമതായിട്ട് പറയുന്നത് ഹിന്ദുക്കളെ മുഴുവൻ BJP അങ്ങ് കൊണ്ടുപോയി, അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ കയറിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവരെ അങ്ങ് പഴയ പോലെ അങ്ങ് പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. നടപ്പിലാവാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെയാണല്ലോ BJP-യിലേക്ക് അവരെ എത്തിച്ചത്. സൈബർ ആക്രമണം നടത്തി. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നാണ്. ഈ 1.5 വർഷത്തിനുള്ളിൽ ഇനി ഇയാൾ എന്തൊക്കെ പേക്കൂത്ത് കാണിക്കാൻ പോകണം തമ്പുരാനും മാത്രം അറിയാം. CPI അല്ല, ഇനി ഏതപ്പം തമ്പുരാൻ പറഞ്ഞാലും പിണറായി വിജയൻ കേൾക്കാൻ പോകുന്നില്ലെന്ന് നമുക്കും അറിയാം. നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അണികളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കേഡർമാരെ കിട്ടുന്നില്ലെന്ന ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങി. നേതാക്കന്മാർ ഇങ്ങനെ കസേരയിൽ കയറിയിരുന്ന് കക്കും, താഴെ കിടയിലുള്ള അണികളങ്ങ് തമ്മി തല്ലി ചത്തോളണം. ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല എന്ന് അണികൾ പറഞ്ഞതിന്റെ ഫലമാണ് ഈ കാണുന്നത്. 2 തവണ തുടർച്ചയായിട്ട് ഭരണത്തിൽ കയറിയ ഒരു പാർട്ടിയുടെ ഗതികേട് നോക്കണേ. കയ്യിലിരിപ്പ് തന്നെ, അല്ലാതെ എന്ത്.